വീണ്ടും മടങ്ങിപ്പോയി. When some of the loved ones of those who had been murdered, ഈ കൊല ചെയ്യപ്പെട്ടവരുടെ ചില ബന്ധുക്കള് they went on television and said, അവരെ ടെലിവിഷനിലൂടെ ഇപ്രകാരം പറഞ്ഞു, we forgive the young man who is accused of these horrible crimes. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊന്ന ഈ മഹാപാതകം ചെയ്ത ആ വ്യക്തിയോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. A few days later, കുറെ ദിവസം കഴിഞ്ഞപ്പോൾ they went on TV. ടിവിയിലൊക്കെ ആ വാർത്തകൾ വന്നു. Said, we forgive this young man who shot our mothers. ഞങ്ങളുടെ അമ്മമാരെ കൊന്നവനോട്, Fathers, ഞങ്ങളുടെ അപ്പന്മാരെ കൊന്നവനോട്, uncles, ഞങ്ങളുടെ ബന്ധുക്കളെ കൊന്നവരോട്, and yes, even our pastor. ഞങ്ങളുടെ അച്ഛനെ കൊന്നവനോട് We forgive. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. And we hope the government will not seek the death penalty. അതുകൊണ്ട് ഗവൺമെന്റ് യാതൊരു രീതിയിലും ഇവന് വധശിക്ഷ നൽകുകയില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. How could they say such a thing so soon after the murders? ഈ ഒരു വലിയ കൊലപാതകത്തിന് ശേഷം എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇതേ രീതിയിൽ പ്രതികരിക്കാനായിട്ട് സാധിച്ചത്? Because these Christian people had heard the gospel of Jesus Christ. എന്തുകൊണ്ടെന്നാൽ ഇവര് യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടുള്ളവരായതുകൊണ്ടാണ്. And they knew in their hearts അവരുടെ ഹൃദയത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടു that you cannot stomp out hate with more hate. നിങ്ങൾ വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ ജയിക്കാൻ ഒക്കത്തില്ല. You cannot stomp out violence with more violence. നിങ്ങൾക്ക് ശല്യം കൊണ്ട് മറ്റ് ശല്യക്കാരെ ജയിക്കാനായിട്ട് ഒക്കുകയില്ല. Love for one another അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹിക്കുക is the only thing that will heal our land. നമ്മൾക്ക് സൗഖ്യം തരുന്നത് ഈ പരസ്പര സ്നേഹമത്രേ. How could they do this so soon after the shooting? എങ്ങനെയാണ് അവരുടെ സ്വന്തക്കാരെ വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോൾ അത് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുവാനായിട്ട് സാധിക്കുന്നത്? How could they say so soon after the shooting, we forgive him? ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറവാൻ തക്കവണ്ണം അവർക്ക് എങ്ങനെ സാധിച്ചു? Because they heard the gospel. എന്തുകൊണ്ടെന്നാൽ അവർ സുവിശേഷം കേട്ടവരായതുകൊണ്ടാണ്. And when you hear the gospel, നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ and obey the gospel, അത് അനുസരിക്കുമ്പോൾ it makes a difference in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. Yes, ശരി തന്നെ. there were some people in the community who wanted what they were calling for justice. സമൂഹത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടത്തുമ്പോൾ അവിടെ നീതി നിറവേറ്റപ്പെടണം എന്ന് വാദിച്ച ചില ആളുകളുണ്ട്. They wanted the young man to be tried, convicted and put to death. ഈ നീതി നിറവേറ്റപ്പെടണമെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത് ഈ മനുഷ്യനെ അവിടെ കൊലയ്ക്ക് വിധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. But so many members of that church, ആ പള്ളിയിലെ അനേക ആളുകള്, especially those who lost loved ones, അവരുടെ പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടിട്ടുള്ളവര്, they said no. അവർ പറഞ്ഞു ഇല്ല, ഒരിക്കലുമില്ല, we forgive him ഞങ്ങൾ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. because we have heard and believed the gospel. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സുവിശേഷം കേൾക്കുകയും കേട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. And we know that more hate and violence is not the answer. പരസ്പരമുള്ള വിദ്വേഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഉത്തരമല്ല. No, my brothers and sisters. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, The further we go in the Christian life, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ we become more conscious നമ്മൾ കൂടുതൽ അവബോധമുള്ളവരായി തീരും of just how far we are from what God is calling us to be. ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാകുന്നു എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. We become more aware of this inner struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ആ ഒരു സംവാദത്തിന്റെ ആ വടംവലിയുടെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. When someone murders your loved ones, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കൊല ചെയ്യുകയാണെങ്കിൽ it takes great faith ഇത് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. to say we forgive him. അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുവാനായിട്ട് തികച്ചും ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്. We become more aware of this inner struggle.
നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായുള്ള വടംവലിയെ കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധമുള്ളവരായിട്ട് മാറും. Because when we consistently hear the gospel, നമ്മൾ സുവിശേഷം നിരന്തരമായി കേൾക്കുമ്പോൾ we know what the Lord requires. എന്താണ് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. And we know that at some point ചില രംഗങ്ങളിൽ, ചില മേഖലകളിൽ we will be called on to live out our faith. നമ്മുടെ ഈ വിശ്വാസം പലപ്പോഴും നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. Lord, help me to believe the gospel. കർത്താവേ, സുവിശേഷത്തിൽ വിശ്വസിപ്പാനായിട്ട് നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. Enough to say like those people whose loved ones were murdered. പ്രിയപ്പെട്ടവരൊക്കെയും മരിച്ചു കഴിയുമ്പോൾ, കൊല ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറയുവാൻ സാധിക്കുന്ന ഒരു അനുഭവം എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. We forgive him. അവനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു